അതിന് പട്ടാളക്കാര് വിളിച്ചൊരു ബെയിലി പാലം പണിഞ്ഞാലേ ഈ മെഷീനുകൾ അകത്തേക്ക് പോകും. ആണോ? നല്ല മൂളയല്ലേ? ഈ മൂളകളാണ് അന്വേഷിക്കുന്നത്. സുരേഷ് ഗോപി കൈ കഴുകിയോ കാല് കഴുകിയോ മൂക്ക് പിഴിഞ്ഞോ അതിനുശേഷം ആർക്കെങ്കിലും കേക്കെടുത്ത് വായി വെച്ചു കൊടുത്തോ എന്ന് പറയുന്നതല്ല രാഷ്ട്രീയ ചർച്ച. അത് എൻ്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് എൻ്റെ നിഷ്കർഷതകളാണ്. അത് ഇനിയും ചെയ്യും, ഇനിയും അങ്ങനെ ചെയ്യും. കാരണം ഇതൊക്കെ പ്രചരിപ്പിക്കുന്നവന്മാര് അപ്പൊ തന്നെ ക്യാമറയായിട്ട് നിൽക്കുക. ഇടയ്ക്ക് എവിടൊക്കെ പിടിച്ചു, എന്നിട്ട് പിന്നെ കൈ കഴുകാതെ ആർക്കെങ്കിലും കേക്കെടുത്ത് വായി അത് വിഷയമാക്കാൻ. പക്ഷെ ജനാധിപത്യത്തിൽ ഇതൊന്നുമല്ല വിഷയം. ചെമ്പ് തോണ്ടിയവന്മാരൊക്കെ ഇപ്പൊ എവിടെയാ? ഇലക്ഷന്റെ സമയത്താണ്. എന്നിട്ടും ആ ലൂർദ് മാതാവിന് കാത്തില്ലേ? ഇവിടെ മയ്യനാട്ടെന്ന് ഒരു വിശ്വാസി എന്നല്ല പറയണ, അവന് പേരിന് മുമ്പ് വേറൊരു വാക്കാണ് ചേർക്കേണ്ടത്. എനിക്കിപ്പോഴും അയാളുടെ മുഖം ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ മയ്യനാട്ടൊരു മാതാവുണ്ട്, അയാൾ ഇവിടെ കൊടുത്തില്ല, തൃശ്ശൂർ കൊണ്ടുപോയി കൊടുത്തു. ഓ, നല്ല രോദനം. അപ്പോ ഇതൊന്നുമല്ല നമുക്ക് വിഷയം. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഒളിമ്പിക്സ്. ഞാൻ ഈ ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരു മോഡലേ എടുത്തുള്ളൂ. ഈ പറയുന്ന തിരുവനന്തപുരത്തൊരു ആമയിഴഞ്ചാൻ തോട്, അതുപോലെ തന്നെ കരിക്കകം ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൂടിയാണ് അത് ഒഴുകി വരുന്നത്. ഇത് ടൂറിസത്തെ സംബന്ധിച്ച് എന്താണ്? കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഭൂതം കാക്കുന്ന ഒരു നിധി എന്ന നിലയ്ക്ക് ഒരു കാരണവശാലും കേരളത്തിന് ഒരു ടൂറിസം മന്ത്രിയെ തൃശ്ശൂരുകാര് സമ്മാനിച്ചെങ്കിൽ ആ ടൂറിസം മന്ത്രിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്ന് BJP ഭരണത്തിൽ NDA നേതൃത്വത്തിൽ ഭരണം ഉറപ്പിക്കുന്നുവോ അന്ന് ഇതിലെല്ലാം ഗണ്യമായ മാറ്റങ്ങൾ നിങ്ങൾ കാണും. കാരണം പിന്നീട് വരാൻ പോകുന്നത് ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരാണ്. 6 മാസം കൊണ്ട് തെളിയിക്കും. അടുത്ത ഏപ്രിൽ മെയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ 7 or 8 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 4 ഉറപ്പായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ. അത് അക്കൗണ്ട് പൂട്ടിച്ചത് നിങ്ങളല്ല. നിയമം അക്കൗണ്ട് അങ്ങനെ ഒരാൾക്കും തല ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ പൂട്ടിച്ചു എന്ന് പറയാനൊക്കത്തില്ല. നാണിച്ച് തല കുനിച്ച് പറയാം, ഞങ്ങൾ ചില രാഷ്ട്രീയ വിക്രിയകളിലൂടെ വക്രത്തിലൂടെ അത് നശിപ്പിച്ചു എന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാൻ സാധിക്കൂ. അത് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയല്ല ചെയ്യുന്നത്. നേമം മണ്ഡലത്തിലെ ജനങ്ങൾ BJP ഭരണം നേമം അടക്കമുള്ള മണ്ഡലങ്ങളിൽ നേടും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് നേടിയില്ല.